പശ്ചിമേഷ്യയുടെ ഉറക്കം കെടുത്തിയ ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കെട്ടടങ്ങിയിട്ടും ട്രംപ് ഭീഷണി തുടരുകയായിരുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാൻ ലക്ഷ്യമാക്കി സഞ്ചാരം ആരംഭിച്ചുവെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലും ഇറാനിലേക്ക് നീങ്ങുകയാണെന്നും നിലവിലിത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണുള്ളതെന്നും US നേവി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി അസോസിയേറ്റഡ് പ്രസ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കൻ ഭീഷണിക്ക് മറുപടിയായി ഇസ്രായേലും അമേരിക്കയും ഏതെങ്കിലും തരത്തിൽ അധിനിവേശത്തിന് മുതിർന്നാൽ പഴയതുപോലെയാവില്ല, ട്രിഗറിലാണ് വിരലുള്ളത്, ഞൊടിക്കേണ്ട താമസം മാത്രമേയുള്ളൂ എന്നായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് പക്പോറിന്റെ മുന്നറിയിപ്പ്. ഇറാന് നേരെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ചരിത്രത്തിലേക്ക് കൂടി ട്രംപ് നോക്കണമെന്നും ട്രംപിന്റെ സംസാരം വല്ലാതെ കൂടുന്നുവെന്നും ഇത്തവണ അതിനുള്ള മറുപടി സ്വന്തം മണ്ണിൽ തന്നെ ലഭിക്കുമെന്നും ഇറാൻ സൈന്യത്തിന്റെ വ്യോമസേന ബ്രിഗേഡിയർ ജനറൽ മജീദ് മൗലവിയും ട്രംപിന് നേരെ ഭീഷണി ഉയർത്തി. മധ്യപൂർവേഷ്യയിൽ സാഹചര്യം കൂടുതൽ വഷളാകുന്നതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല ഖമനേയി രഹസ്യതാവളത്തിലേക്ക് മാറിയെന്ന റിപ്പോർട്ട്. ടെഹ്റാനിലെ ഭൂഗർഭ കേന്ദ്രത്തിലാണ് ഖമനേയി ഇപ്പോൾ ഉള്ളതെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. US ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതിനു പിന്നാലെയാണ് സുരക്ഷയെ പ്രതി ഖമനയുടെ മാറ്റമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കേന ന്യൂസ്.